This call is now being recorded. Good afternoon, all. Good afternoon, ma'am. Good afternoon. ആരുമില്ലേ ക്ലാസ്സില്? പ്രിപ്പയർ ചെയ്തോ ഷിബിന? Yes. കോൺഫിഡന്റ് ആണ്. ടൈപ്സ് കേട്ടാൽ അറിയാം അല്ലെ? കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ആണോ? Yes. പ്രിപ്പയർ ചെയ്തല്ലോ, എല്ലാം എഴുതി വെച്ച് വായിച്ച് ഇന്നലേക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇന്നാണ് ഞാൻ ചെയ്തത്. എന്നാലും എങ്ങനെ പോകുന്നു? ചലഞ്ച് എങ്ങനെ പോകുന്നു? ഇന്നലെ വായിക്കാൻ കിട്ടിയില്ല എനിക്ക് സമയം. ഇപ്പൊ 2 ദിവസം കൊണ്ട് മോക്ക് വയ്യാത്തോണ്ട് അതിനൊരു സമയം കിട്ടുന്നില്ല. എന്നാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വായിക്കുന്നുണ്ട്. അരമണിക്കൂർ കണ്ടിന്യൂസ് വായിക്കാൻ പറ്റില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? മാറ്റമുണ്ട്, എനിക്ക് മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ പിള്ളേര് കാണൊക്കെയല്ല വായിക്കല്, അപ്പൊ പിന്നെ അവർക്ക് അതിലോട്ട് വലിയ ഇതായിട്ടും അന്നേരം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് അവരെ മുമ്പിൽ വെച്ചായിരുന്നു വായിക്കുന്നത്. ഇപ്പൊ അവരെ മുമ്പിൽ വെച്ച് വായിക്കാൻ നോക്കിയ സമയം കിട്ടുന്നില്ല, വയ്യ അസുഖങ്ങളും ഒക്കെ ആയിട്ട്. എന്തോ അത്ര കുറച്ച് ട്രൈ ചെയ്തല്ലോ എന്ന് കേട്ടില്ല. പറഞ്ഞ ആൾ അത്ര ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തു. ഓക്കെ, പറയാൻ പറ്റിയേ? അത്ര സമയം എടുത്ത് 10 മിനിറ്റ് ഇങ്ങനെ വായിച്ചല്ലോ പറഞ്ഞ ആള്. ഓക്കെ, ഇന്ന് ക്ലാസ്സിൽ ആരും ഇല്ലേ? ഇത് പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞോണ്ടാണോ ഒന്ന് ആരും ജോയിൻ ചെയ്യാത്തേ? ഐ തിങ്ക് സോ. ഇന്നലെ ഓക്കെ മാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇന്ന് ആരെയും കാണുന്നില്ല. ഓക്കെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. യെസ്, വെയിറ്റ് ചെയ്യാം, ആരെങ്കിലൊക്കെ വരുമായിരിക്കും. നോക്കാം, പറയുമ്പോ അവരെ കൂടെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് കൂടെ ബെനിഫിറ്റ് ഉണ്ടാവാലോ. ഞാൻ പറയും, ഞാൻ കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ച് ചെയ്ത് കൊണ്ടുതന്നെയാണ് ഞാൻ പറയും. ഞാൻ അങ്ങനെ വിചാരിച്ച എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരുമ്പോ എന്തായാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ ആരും ചിലപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അതായിരിക്കാം മേ ബി. അതായിരിക്കും കാരണം. വന്നിരുന്ന് എങ്ങനെ പറയും പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയില്ല എന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് വഴി കയറാത്തത്. വിൻഷ, വിൻഷ കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. കൊറേ നാളായാലും കണ്ടിട്ട്, ക്ലാസ്സിൽ ഉണ്ടാവാറില്ലല്ലോ, എവിടെയായിരുന്നു? എനിക്ക് പനിയാ, തീരെ വയ്യ. ഓക്കെ, ടെസ്റ്റ് എടുക്കൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഷിബിന, യെസ്, സ്റ്റാർട്ട് ചെയ്തോളൂ. നോക്കിയേ വായിക്കുള്ളൂ, കാണാതെ പറയാം. I am Shibina. I am a graduate in BCom.
Now I'm studying hospital administration. I don't know how to begin. Nothing special nothing special to say about my dream. My dream was like changing cloth when I was studying. My family is not supporting to do any job and follow passion because I don't. That's why I don't have any dream. My parents' dream was my marriage. uh, my marriage. I truly believe that children's dreams depend on the parents. Become children's environment all influence their dreams and ability. After my marriage, I have lots of freedom to do what I want. My husband support to do have everything. I love drive. He fulfilled my dream. Now I have a license. I am a proudly say I am a good driver because when I drive, he truly trusts me and he's sleeping in front seat. Now I have a dream. I want become tailor of my kids' dream. I want to tell you something. The parents we make the surrounding they develop their dreams. Don't pressurize. അത് എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞത് ബാക്കിയൊക്കെ ഞാൻ എഴുതി വെച്ചതാ. Thank you. കഴിഞ്ഞിട്ട് പറയുമ്പോഴും ആ കോൺഫിഡൻസ് ആയിട്ട് പറയാ. അപ്പൊ പിന്നെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാവില്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ. മിസ്റ്റേക്ക് അവസാനത്തിൽ മിസ്റ്റേക്ക് ആണ് കാരണം അത് ഞാൻ കയ്യിൽ നിട്ടതാണ്. ബാക്കിയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ച എന്റെ സ്വന്തം വാക്കുകളാണ് അതെല്ലാം. ആരും കടം പറഞ്ഞതല്ല. ഓക്കെ. സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണോ? അതെ, സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ ചതി ഉദ്ദേശിക്കുന്ന സാധനമൊന്നുമല്ല. പിന്നെ ഞാൻ നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ ഇട്ട് പറഞ്ഞു കയറ്റി ഇറക്കിയൊക്കെ നമ്മൾ ശരിയാക്കൂലേ, അങ്ങനെയൊക്കെ കുറെയൊക്കെ ശരിയാക്കി. കുറെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോഴേ അത് കറക്റ്റ് ആണ് ആ വേർഡ് സെന്റൻസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഡ്രീം എന്തായിരുന്നു? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറെ എനിക്ക് ഡ്രീം ഒന്നുമില്ലായിരുന്നു. തുണി മാറും പോലെയായിരുന്നു എന്റെ ഡ്രീംസ്. കല്യാണം അതിനു മുമ്പേയുള്ള ചെറിയൊരു ആഗ്രഹമായിരുന്നു ഡ്രൈവ് ചെയ്യാന്നുള്ളത്. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര പാഷനാണ്. ഭയങ്കര ഒരു നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൽഫ് കോൺഫിഡന്റ് ആവാൻ ചെറിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്തത്. പോയി വണ്ടി ഓടിച്ച് പഠിക്കാൻ എന്നെ തള്ളി വിട്ടത് എന്റെ ഹസ്ബൻഡാണ്. അതിനൊരു സാഹചര്യവും കാറും തന്ന് എന്നെ വിശ്വസിച്ച് വിട്ട ആളാണ്. I am driver. I'm proudly say it. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ്. അതുപോലെ തന്നെ എന്റെ മക്കൾക്കും ഞാൻ ഡ്രൈവ് ചെയ്യണത് കണ്ടിട്ടും ഞാൻ രണ്ടാമത്തെ ആളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഫുൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഞാൻ ഡെലിവറിക്ക് പോകുന്നത് ഡ്രൈവ് ചെയ്ത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡെലിവറിക്ക് കയറി പോയത്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. എനിക്ക് ഓട്ടിക്കാൻ പറ്റും എന്ന് എന്റെ ഹസ്ബൻഡിനും ഉണ്ട്, എനിക്കും ഉണ്ട്. ഹസ്ബൻഡിന്റെ കോൺഫിഡൻസ് ആണ് എനിക്ക് കൂടെ ആ ഒരു ബിൽഡ് ചെയ്യണത്. എനിക്ക് ഡ്രൈവ് ചെയ്യാം, എവിടെ വരെയും എനിക്ക് ഡ്രൈവ് ചെയ്ത് പോവാൻ പറ്റും. അല്ലെങ്കിൽ ഏത് ഇതും മറ്റേ എയർപിന്നൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ വാഗമൺ ടൂറൊക്കെ പോയപ്പോ എയർപിന്നൊക്കെ ഉണ്ട്, ഭയങ്കര ടഫായിട്ടുള്ള, അതൊക്കെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ആ ഒരു വിശ്വാസം, അത് എന്റെ ഡ്രീം ആയിരുന്നു ഡ്രൈവിംഗ് എന്നുള്ളത്. അത് ഞാൻ സാധിച്ചെടുത്തു. ബട്ട് ഇനി എന്റേത് എന്റെ മക്കളുടെ ലൈഫ് സെക്യൂർ ആക്കണം എന്നുള്ള ഡ്രീം. എഡ്യൂക്കേഷനില് അവിടെ വേറെ എന്തെങ്കിലും അല്ല, എഡ്യൂക്കേഷനിൽ അവർക്ക് ഒരു പ്രൊഫഷനിൽ എത്തിക്കുക. അവരെ മനസ്സിലേക്ക് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ മനസ്സിലേക്ക് അതിനെ പതുക്കെ പാകി കൊടുക്കുക എന്നറിയില്ലേ. Now that's I do. Now I do. My son is 7 years old. He also think he want to become a CA because I love the profession CA, chartered accountant. CA like chartered accountant. Now he want to do become CA because my dream. He follow little bit his mind also. He want to become CA. Now today's now
ഞാൻ ചോദിക്കാറുണ്ട് അവനടുത്ത് എന്താവണം, എന്റെ ആഗ്രഹമല്ല നിന്റെ ആഗ്രഹമാണ് വേണ്ടത്, നിനക്ക് എന്താവണം എന്ന് ചോദിക്കും. അപ്പൊ പറയും ഇപ്പൊ എനിക്ക് CA ആവണം, അത് എന്റെ ആഗ്രഹമാണ് എന്ന് ഞാൻ അവനെ കൊണ്ട് ഇങ്ങനെ പറയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്ത അവനിപ്പോ അതാവണം എന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ. അതാണ് പറഞ്ഞ നമ്മുടെ പാരന്റ്സിന്റെ ഡ്രീം അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ശരിയായ വഴി കൂടെ ചെന്ന് പെട്ടാൽ എത്തിക്കാൻ പറ്റും. അല്ല ഫോഴ്സ് ചെയ്താൽ അവര് പോകൂല, ചെയ്യില്ല, ഉറപ്പാണ്. ഇതാണ് എന്റെ ഡ്രീം, ഇപ്പോഴത്തെ ഡ്രീം. നൗ മൈ ഡ്രീം ഇസ് മൈ ചിൽഡ്രൻസ് ലൈഫ്, എഡ്യൂക്കേഷൻ വൈസ്. അല്ലാതെ വേറെ ഏതെങ്കിലും സെക്യൂർ ആക്കേണ്ടി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ മക്കളെ എഡ്യൂക്കേറ്റഡ് ആക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അതാണ് അല്ലാതെ ശിവനെ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ അങ്ങനൊന്നും ഒരു ആഗ്രഹമൊന്നുമില്ല. ഡ്രൈവിംഗ് ഓക്കെ, അത് ഫുൾഫിൽ ആയതു. ഇനി നെക്സ്റ്റ് ഇപ്പൊ ചെറിയ ആഗ്രഹമാണ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അമേരിക്കൻ ആക്സെന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഈ കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്ന് എഴുതിയതും ഈ ക്ലാസ്സിൽ കയറണം, എനിക്കിത് പറയണം എന്നുള്ളത് കൊണ്ടും എനിക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് മാത്രം കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ എഴുതിയതാണ്. ഇപ്പൊ ചെറിയൊരു ഡ്രീം ഉള്ളത്, ഐ വാണ്ട് ടു സ്പീക്ക് അമേരിക്കൻ ആക്സെന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നതും അതിനു വേണ്ടിയാണ്. ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് കിട്ടും. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. അത് കിട്ടണം, അതിനു വേണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഒരാൾ മെസ്സേജ് ചെയ്ത് പിള്ളേർക്കും കാണൂലേ ആഗ്രഹമെന്ന്. കുഞ്ഞു പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവൂല. നമ്മൾ മനസ്സിലോട്ട് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആഗ്രഹം അവരിൽ വളർന്നുകൊള്ളും. വളരുമ്പോ അവർക്ക് കാണും ആഗ്രഹം, ഇതിന്റെ കൂടെ അതും അവർ കൊണ്ടുപോയിക്കോളും. അതിന് നമ്മൾ ശ്രമിച്ചാൽ മതി, നമ്മൾ സമയം കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ചാൻസ് കൂടെ ഞാൻ തരാം. ശിവന പറഞ്ഞത് ഒന്നുകൂടെ ഒരു ആക്സെന്റിൽ ഒന്ന് പറഞ്ഞു നോക്കി. ആ പറഞ്ഞ ഒരു ആക്സെന്റിൽ ഒന്ന് പറഞ്ഞു നോക്കി. അടുത്തില്ലെങ്കിലും കുറച്ചെങ്കിലും എത്താൻ പറ്റും. ട്രൈ ചെയ്തു. ഇപ്പൊ കുറച്ച് ചെയ്തു, ഒരു കേട്ടിട്ടുണ്ടാവില്ല. ഐ ആം ഷിബിന എന്നുള്ളതിന് വല്ല ആക്സെന്റ് ഉണ്ട് എനിക്ക്? അയാം ഒന്നും പറയില്ല. I'm Shibina. I'm graduate in BCom. Now I am studying hospital administration. I don't even know how to begin. How to begin. Nothing special to say about my dream. My dream was like changing clothes when I was studying. My family is not supporting to do any job and follow passion. That's why I don't have any dream. My parents' dream was my marriage. I truly believe that children's dreams depend on the parents, because children's environment will influence their dreams and ability. After my marriage, I have lots of freedom to do what I want. My husband support to do have everything. I love driving. He fulfilled my dreams. Now I have license. I am proudly said I am a good driver, because when I drive, he truly trusts me. Now I have a dream. I want to become tailor of my kids' dream. Thank you. ഇത്രയും ഞാൻ പറയുന്നത്. Yeah, good. Okay. Thank you. Yeah. ഇനി നെക്സ്റ്റ് ആരാ? ഷിബിനത് പ്രിപ്പയർ ചെയ്ത് വന്നോണ്ടാണ് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എല്ലാവരും വന്നിട്ട് പറയാം. ഓക്കെ, അത്രയും കോൺഫിഡന്റ് ആണത്. പ്രിപ്പയർ ചെയ്തതും പ്രാക്ടീസ് ചെയ്തതിന്റെയും ബെനിഫിറ്റ് ആണ്. ഓക്കെ, യാ. ഇനി ഹൂസ് നെക്സ്റ്റ്? ഓരോരുത്തരുടെ പേര് വിളി. എല്ലാരും ചെയ്തിട്ടുണ്ട്, വന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്. പേര് വിളിച്ചാ പറയും. ഞാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച ആരും അറിയുന്നില്ല. ഇനി ആരാ? അഞ്ജു. അഞ്ജു, അഞ്ജു, നോ റെസ്പോൺസ്. ഇനി നെക്സ്റ്റ് ആരാ? ജിസ്മി. ജിസ്മി റേമോൺ.
അയ്യോ ഞാനിപ്പോ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് കഴിയുമ്പോ ചെയ്യാം. പറയണം. എഴുതിക്കായിട്ട് പറയാം. Okay. ഇനി നവ്യ, നവ്യ, നവ്യ. യെസ് മാം. യെസ്, പറയൂ നവ്യ. മാം ഒരു മിനിറ്റ്, കുറച്ചുകൂടാ. ഓക്കെ, ഇനി ആരാ? ജെയിൻ, ജെയിൻ ആന്റണി. മിസ്സേ ഒരു മിനിറ്റ്, ഞാന് ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വരട്ടെ. ഇല്ല, ഞാൻ വരും. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയാ പോരെ? ഏതിന്റെ ഒരു ടോപ്പിക്കോ? നോ, യുവർ ഡ്രീം, ടോക്ക് അബൌട്ട് യുവർ ഡ്രീം. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പോ ഇനി ആരാ? റിയ, റിയ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കുറച്ചെങ്കിലും. റിയ, ഞാനിപ്പോ ജോയിൻ ചെയ്തുള്ളൂ, എന്താ പറയുന്നത്? ഷാനി, ഷാനി എന്നാണ് പേര്. ഷാനി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്ത് വരൂ, അതിന്റെ ഡ്രീം എന്താണ് എനിക്കൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത്. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറയാം. My dream was that each standard of കേൾക്കാൻ റിയ, പറ്റുന്നില്ല. റിയ കുറച്ച് സൗണ്ടിൽ പറയോ? കേൾക്കുന്നില്ല. റിയ പറയൂ, കേൾക്കുന്നില്ല. ഇത്തിരി സൗണ്ടിൽ പറഞ്ഞാൽ മതി. I want to get first rank in 8th standard of my grade was my main aim, was my main dream. But each standard I studied up to MA English literature. My main aim, my main dream was that each standard of study is to get to the first rank was my aim, was my dream. But each time I tried to get first rank, I could not get first rank. I only got first class mark in each standard and grade. That was sadness. In the next hospital administration, I wish to get a distinction so that I can go to foreign and do job there. It's my main dream. കഴിഞ്ഞു. ഓക്കെ, ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, കുറച്ച് ക്ലിയർ അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, മനസ്സിലായി. ഓക്കെ, ട്രൈ. ഓക്കെ റിയ, ഇനി നെക്സ്റ്റ് ആരാ? ഔസേഫ് ആന്റണി. റിയ ഒന്ന് മ്യൂട്ട് ചെയ്യോ? റിയ ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ല. വൈ, എന്തുകൊണ്ട് ചെയ്തില്ല? ടൈം കിട്ടിയില്ല, പിള്ളേർക്ക് പനിയായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാവോ? ഇപ്പൊ ഒന്ന് പറയാവോ എന്തെങ്കിലും? മ്യൂട്ട് ചെയ്തായിരുന്നു. മ്യൂട്ട് ചെയ്താൽ ഓക്കെ, ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ. വിളിക്കുമ്പോ ആരും പറയുന്നില്ല. സോ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, സിന്ധു. യെസ് മിസ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക മിസ്. ഇന്നലെ ടൈം ഉണ്ടായില്ല. ആരെങ്കിലും കേട്ട് കഴിഞ്ഞോ? ഇന്നലെ മറന്നുപോയി ഞാന്.
കൊള്ളാം. ഓർമ്മയുണ്ട് രാത്രി എഴുത കിടക്കാത്ത മുന്നേ പറഞ്ഞിട്ട് പിന്നെ രാത്രിയാകുമ്പോ അത് വിട്ടുപോയി. ആരെങ്കിലും കഴിഞ്ഞോ? ജിസ്മി, ജെയിൻ, നവ്യ കഴിഞ്ഞോ? ഷാനി? മിസ്സേ ഞാൻ പറയട്ടെ മിസ്സേ? ഓക്കെ പറയൂ ജെയിൻ. I'm Jane Anthony. I studied in postgraduate student in MSc Zoology and also complete in B.Ed. I have two dreams. One is my job. Second one is all India tour in single. I think first dream will be helpful to achieve the second dream. I am ready to do any kind of job for secure my life and my second dream. That's all. കഴിഞ്ഞു. Yes, ma'am. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നന്നായിട്ട് പറഞ്ഞു തന്നാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, പറയാൻ പറ്റും നോക്കി, കണ്ടിന്യൂ ചെയ്തേന്ന്. എന്നാ ഒരു 5 മിനിറ്റ് മാം, ഇപ്പൊ ഞാൻ ബാക്കി എഴുതിയിട്ട് വരാം. അങ്ങനെയല്ല, പറയൂ, എഴുതണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഒന്നും കൂടിയാ പറയൂ, എഴുതണ്ട. ഒന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. കിട്ടുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കുറച്ചുകൂടെ ഒന്ന് പറ. എങ്ങനെ എഴുതിയ സെന്റൻസ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനാണ് മിസ് പറയുന്നത്? ഡെവലപ്പ് ചെയ്യാം, ഇപ്പൊ ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ എഴുതണ്ട, എഴുതാനല്ല, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ഇതെങ്ങനെ പറഞ്ഞു പോവാന്നാ പറഞ്ഞു. അയ്യോ, സംസാരിക്കാൻ എനിക്ക് കോൺഫിഡൻസ്, I have less confidence in speaking in English, so I can write, then I read it. ഓക്കെ ഓക്കെ. സംസാരിക്കാൻ പഠിക്കണം കേട്ടോ. പക്ഷെ നന്നായിട്ട് പറയുന്നുണ്ട് ജിനി. After all 5 minutes we talk to continuously, then I will talk ഒരു ഫ്ലുവന്റ് ആയിട്ട് ഞാനും അങ്ങനെ പോകും. ഒരു സ്റ്റാർട്ടിങ് ഒരു 5 minutes എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെ പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ചെയ്യൂ. ഓക്കെ മാം. ഇനി നെക്സ്റ്റ് ആരാ? ജിസ്മി. ഇനി ജിസ്മി പറയൂ. കഴിഞ്ഞിട്ടില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല, എഴുതിക്കൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. 2-3 മിനിറ്റ് കൂടി. ഓക്കെ. നവ്യ? Yes, ma'am. Okay. Good afternoon, ma'am. Firstly, I would like to thank you for giving me this opportunity, and it is my pleasure to introduce myself. My name is Navya. I am 24 years old. My education qualification +2. നവ്യ, നവ്യക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ടെൻഷൻ സംസാരിക്കൂ. ഫസ്റ്റ് പറഞ്ഞേ. Okay, ma'am. Good afternoon, everyone. Firstly, I would like to thank you for giving me this opportunity, and it's my pleasure to introduce myself. My name is Navya Rajesh. My hometown, Kasaragod. I am 24 years old.
We are middle class family. My state, my education qualification +2 or CCCA, computer application. I have a dream to become a lab technician and traveling. That's the full. Okay, ma'am. ഇതിപ്പോ എഴുതിയതാണോ അല്ലെങ്കിൽ എങ്ങനെയാ എഴുതിയതാണോ? എഴുതിയതാണ്, പക്ഷെ എഴുതിയത് പോലെ എനിക്ക് പറയാൻ അറിയില്ല, അതാണ് വ്യത്യാസം. ഒന്നുകൂടെ പറഞ്ഞേ. നവ്യ ഒന്നുകൂടെ പറയോ? ഇപ്പൊ പറഞ്ഞതിന് ഒന്നുകൂടെ പറയോ? Good afternoon, everyone. Firstly, I would like to thank you for giving me this opportunity, and it's my pleasure to introduce myself. I am Navya from Kasaragod. I am 24 years old. We are middle class family with 6 members. My education qualification +2 or computer. And after marriage 2021, I have a dream to become a lab technician or traveling. Traveling to where? Yes, ma'am. Yeah, എങ്ങോട്ടാണ് ട്രാവലിംഗ് ചെയ്യാൻ ആഗ്രഹം? വേൾഡ് വൈഡ് ആണോ? Any place you like to go? Traveling to in India, full journey India. അപ്പൊ ജെയിൻ പറഞ്ഞ പോലെ സിംഗിൾ ആണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് പോവാനാണോ? With the family, husband, doctor, my little one, 1 year old. Okay. നവ്യ റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടോക്കണോട്ടോ. റെക്കോർഡ് ക്ലാസ്സേ ഒന്ന് കണ്ടു നോക്കണം. കാരണം നവ്യ 3 പ്രാവശ്യം പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞാലും ബെറ്റർ ആയിട്ട് സെക്കൻഡ് പറഞ്ഞു, സെക്കൻഡിലേക്കാളും ബെറ്റർ ആയിട്ട് തേർഡ് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ എല്ലാവരും? എനിക്ക് തോന്നി നവ്യ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞതിനേക്കാളും കുറെ കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യം ടെൻഷൻ ആയിരുന്നു, ടെൻഷൻ കാരണം എന്തൊക്കെയാണ് പറയേണ്ടത് പോലും മനസ്സിലായില്ല. സെക്കൻഡ് പറഞ്ഞപ്പോ കുറച്ചെങ്കിലും ആ ടെൻഷൻ കുറഞ്ഞു, മനസ്സിലായോ? തേർഡ് ടൈം കുറച്ചൊരു ബെറ്റർ ആയി. ഇനിയും ഞാൻ പറയിപ്പിക്കുകയാണെങ്കിൽ നവ്യ ഇതിൽ കൂടുതൽ സംസാരിക്കും. ഓക്കെ ഓക്കെ മാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഗ്രാമർ, എനിക്ക് അങ്ങനത്തെ ഭയങ്കര ടെൻഷനാണ് മാം. സംസാരിക്കുമ്പോ അങ്ങനത്തെ ഒരു പേടിയാണ്. ഇപ്പൊ പറഞ്ഞോ, ഇംഗ്ലീഷ് പറഞ്ഞേ. എനിക്ക് സംസാരിക്കുമ്പോ പേടിയാണ്, കാരണം മിസ്റ്റേക്ക് വരുമോ എന്നോർത്ത് പേടിയാണ്. അതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. I am speaking English. To mistake ആണോ മാം? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞേ.
എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാകും എന്ന് പറഞ്ഞാക്കി. I'm fear to talk in English. മനസ്സിലായോ? Fear to talk in English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പേടിയാവും. പേടിയാണ് എന്ന് പറയാം. കാരണം എന്താ? Because ലെസ് കോൺഫിഡൻസ്. lack of confidence. അണ്ടർ കോൺഫിഡൻസ് എന്ന് പറയാം, കോൺഫിഡന്റ് എന്ന് പറയാൻ പറ്റില്ലേ? lack of confidence. കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു കാരണമാണ്. അതർവൈസ് നബി പറഞ്ഞ പോലെ എന്താ, മിസ്റ്റേക്ക് വരുമോ എന്ന് ടെൻഷനാണ്. അതെങ്ങനെയാ പറയാം? പറഞ്ഞു നോക്കൂ, എല്ലാവരും പറഞ്ഞു നോക്കൂ. When mistake comes, I become tension. So, When mistake comes, I become tension. റിയ പറയുന്നതിന് ക്ലിയർ ആവുന്നില്ല. When mistake comes, I become tension. അവർ മിസ്റ്റേക്ക് അത് ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്തെങ്കിലും ചെയ്യോ, ടെക്സ്റ്റ് ചെയ്യോ പറയുന്നത്? എനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ടൈപ്പ് ചെയ്യാൻ അറിയില്ല, എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല പറയുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ സിന്ധു മതി, പറയൂ സിന്ധു. എന്നാ സിന്ധു പോയോ? കേൾക്കുന്നുണ്ടോ? ഇല്ല മിസ്സേ, കേക്കുണ്ട്. പറയൂ സിന്ധു. മിസ് എഴുതി കഴിഞ്ഞിട്ടേ ഇല്ല. എങ്ങനെയാണല്ലേ റിയ പറഞ്ഞത്? കഴിഞ്ഞിട്ടില്ല, സിന്ധു എഴുതി കഴിഞ്ഞില്ല. ഓക്കെ അഞ്ജു. മിസ്റ്റേക്ക് എന്നാ പറഞ്ഞത്? ഓക്കെ അഞ്ജു, അഞ്ജു പറഞ്ഞോ? അഞ്ജു പറഞ്ഞോ? ഡ്രീം Will you permit me to speak? ഞാൻ പറഞ്ഞോട്ടെ? ചേച്ചി പറയണോ? അഞ്ജു ആണോ? അഞ്ജു പറയൂ. Hi all, thank you for giving an opportunity to introduce myself. Myself Anju, I am from Ernakulam. I complete my degree as distance. I am married and we have a daughter, and she is 1.5 years old. And now I am pregnant. We are waiting for our little one. And my dream is to get a job in European country. That's all. Yeah, good. Industry. English first ആണ് അഞ്ജു. അതെ. English. Okay. Then Jane എന്താ പറഞ്ഞേ? Jane. ഞാൻ പറയട്ടെ? It's not about dream. It's about how to overcome the fear. Simple tips. Can I speak? Yeah, of course. Can speak. Everybody have a fear about something. Some tips for overcome the fear factors. First one, you think first of all, all the person in front of you, they are deaf. Second one, all persons are not known about all the subject. Third point, to build or boost your confidence like you are something high to others. Thank you.
കൊള്ളാം. വെരി ഗുഡ്. താങ്ക് യു മാം. ഇപ്പോഴെങ്കിലും നിനക്ക് പറയാൻ കേട്ടോ. അല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഓർമ്മ വന്നതാണോ പറയാൻ വെച്ചിരുന്നാണോ? എങ്ങനെ അല്ല ഇപ്പൊ മിസ് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും ഓൾറെഡി ഐ ഡിസ്കസ്ഡ് അബൌട്ട് മൈ ഡ്രീം സോ ഐ തിങ്ക് സംതിങ് സേ ദാറ്റ് എനിത്തിങ് എനി ടോപ്പിക് അപ്പൊ ഐ തിങ്ക് വാട്ട് ടോപ്പിക് ഐ ഡിസ്കസ് അപ്പൊ എനിക്ക് കിട്ടിയതാണ് ഇത്. അപ്പൊ ഞാനതങ്ങ് പറഞ്ഞു. കൊള്ളാം. നവ്യ കേട്ടല്ലോ? പേടി വരുമ്പോ മുന്നിലെ ആൾക്കാരൊക്കെ ഡഫാന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ മാം ഒന്നും കൂടെ പറയാവോ? കേട്ടില്ല. ഒന്നുകൂടെ പറയാം. നവ്യ മോട്ടിവേഷൻ ഒന്നുകൂടെ വേണം. പറയൂ നവ്യ. നവ്യ അല്ല ജെയിൻ പറയൂ. നമ്മള് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ യു തിങ്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ പീപ്പിൾസ് ആർ ഡഫ് ആന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ടു ഓട്ടോമാറ്റിക്കലി ടു ഡെവലപ്പ് അവർ സെൽഫ് ടു കോൺഫിഡൻസ്. സെക്കൻഡ് പോയിന്റ്, all persons are not known about all subject. all സബ്ജക്റ്റിനെ കുറിച്ച് ആർക്കും അറിവുണ്ടായിരിക്കില്ല. തേർഡ് പോയിന്റ്, to build or boost our confidence like you are something high to others. നമ്മൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു വിചാരം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും കോൺഫിഡൻസ് ഡെവലപ്പ് ആകും. ഓക്കെ, ക്ലിയർ ആയോ നവ്യ? യെസ് മാം. ഒരു കാര്യം ചോദിച്ചോ, കോൺഫിഡൻസ് ആണോ കോൺഫിഡന്റ് ആണോ? കോൺഫിഡന്റ് എന്ന് പറയുന്ന നമുക്ക് ധൈര്യം ഉണ്ടെന്നാ, അതോ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സാധനം ഉണ്ടെന്നാ? എന്തോ ആണെന്നില്ല, അതിനെന്തൊരു ഡിഫറൻസ് ഉണ്ട്? കോൺഫിഡന്റും കോൺഫിഡൻസും മീനിങ് ഒന്ന് തന്നെയാണ്. കോൺഫിഡന്റ് എന്ന് പറയുന്നത് ധൈര്യം. കോൺഫിഡന്റ് ധൈര്യമായിട്ടിരി. നമ്മള് ധൈര്യത്തോടെ ഇരിക്കുക. കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺഫിഡൻസ് ആണെങ്കിലും സെയിം ആണ്, മീനിങ് ഒക്കെ ഒന്നാണ്. ഓക്കെ, നമ്മളൊരു അതൊരു സെന്റൻസിനെ ബേസ് ചെയ്തായിരിക്കും അതിന് വ്യത്യാസം വരാം. ഇപ്പോ ബി കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ കോൺഫിഡന്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ബി കോൺഫിഡൻസ് എന്ന് പറയരുത്. മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് അല്ല, അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായോ? മീനിങ് സെയിം ആണ്. കോൺഫിഡന്റ് ആൻഡ് കോൺഫിഡൻസ് സെയിം മീനിങ്. നമ്മുടെ സെന്റൻസിനെ ബേസ് ചെയ്ത് വരും അവിടെ ആ വേർഡിന് മാറ്റം വരാം. ഓക്കെ, അല്ലാണ്ട് അതിന് മീനിങ് വ്യത്യാസം ഒന്നുമില്ല ഷിബിന, സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി പറയാത്തവരൊന്ന് പറഞ്ഞേ. ഇനി ആരാണ് പറയാനുള്ളത്? ഷാനി. യെസ് മാം. ഷാനി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയൂ. ഹലോ, ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല, മോനിക്ക് വയ്യാത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കണായിരുന്നു. എന്തെങ്കിലും പറയൂ, കുറച്ചെങ്കിലും ഒരു ഇൻട്രൊഡക്ഷനോ. Anything you can speak. Okay. I am Shaniba. I am from Thrissur. I am a civil engineering diploma holder, but I can't like this field. Still, I am studying in hospital administration course. I wish to work in this field, and I also like to traveling with my family. That's all. ഏതോ
Then why you choose this course? എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം? I like to hospital field. പിന്നെ so I am choose this field. And also I like to study in any computer course. What's And your my dream? Dream in this I am any job in this field. Hospital. And my husband and all other members are very support to me. Okay. ഓക്കെ, അത്രേ ഉള്ളൂ മിസ്സേ. ഞാൻ പിന്നെ ഇനി ഒന്നുകൂടെ ആയിട്ട് പറയാം. Yeah, എത്രയും പറഞ്ഞല്ലോ. Yeah, good. Okay. Yeah. ജിസ്മി പോയിട്ട് തിരിച്ചു വന്നു. ജിസ്മി ഇനി പറയൂ ജിസ്മി. അതെ, എനിക്ക് ഇവിടെ ഒരു വിസിറ്റർ വന്നത് കാരണം കണ്ടാ ഞാൻ ഓടിപ്പോയത്. എഴുതി പകുതിയാക്കിയുള്ളൂ, എന്നാലും ഞാൻ പറയാ കുറച്ചൊക്കെ. വാതില വെച്ച് ഒരു മിനിറ്റ് കേട്ടാ, പൊട്ടത്തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ എല്ലാവരും. Yes, I have a dream. My dream is to become my son as a doctor. Every day I pray God to fulfill my dream. I am not completed my degree because my parents have no money that time. I am discontinued my degree in 3rd year, and I am very sad about that. I decided my life and time is always spend my children for their education. Every night I saw a dream. My son completed his MBBS and he came in front of me as a doctor. In my old age time, he treated me and I am very glad that time. Yeah, good. Correct ആണ്. Okay. മോൻ ഡോക്ടർ ആണെന്നാണ് ആഗ്രഹം, അല്ലാതെ ജിസ്മിക്ക് എന്താണ് ആഗ്രഹം? ജിസ്മിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല മിസ്സേ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കള്, അത് രണ്ടാമത്തവന് കുറച്ച് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മൂത്തവനോട് എപ്പോഴും പറയും, നീ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് നീ അവനെ രണ്ടാമത്തവന് എന്തെങ്കിലും കാശൊക്കെ കൊടുത്ത് അവന് പുറത്തോട്ട് വിടണം. അതിനുള്ള പൈസ നീ ഉണ്ടാക്കണം. അപ്പം അപ്പയുടെ അമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പം അവനെ പുറത്തോട്ട് നീ വിടണം. മൂത്തവൻ നന്നായിട്ട് പഠിക്കണ കുട്ടിയാണ്. അപ്പം നീ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് ഡോക്ടറാവണം, എന്നിട്ട് അമ്മനെയും കൂടി നോക്കണം. അങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കും. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അത് കാരണം കൊണ്ട് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഡിഗ്രി എന്നാലും ഞാൻ എൻ്റെ പ്ലസ് ടു അല്ല, ഡിഗ്രി ഞാൻ 3rd ഇയറിലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ടെലികോമിൽ കയറി. അവിടെ എൻ്റെ എക്സ്പീരിയൻസും കഴിവും വെച്ചിട്ട് ഞാൻ അക്കൗണ്ട്സ് ലെവലിൽ കയറി. അതും വോഡോഫോണിൻ്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസിൽ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഫിനാൻസ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ജിസ്മീനെ ആക്കിയാൽ മതി അക്കൗണ്ട്സിൽ, വേറെ ആരും ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കൊരു ഓൺ റോൾ പൊസിഷനിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഡിഗ്രി വീണ്ടും എടുക്കണമെന്നൊക്കെ ഉണ്ട്. അതൊരു ചെറിയ ആഗ്രഹമാണെങ്കിലും ഇനിയിപ്പോൾ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ഇതുള്ളതുകൊണ്ട് മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം. അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പൊ ഡിഗ്രി എടുത്തൂടെ? ഈ സമയമുണ്ടല്ലോ. 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് ഫസ്റ്റ് ഇയർ ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്ത്, പിന്നെ മടി വന്ന് നിർത്തി. അങ്ങനെയൊക്കെ ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടേ അപ്പം ഇനി ഇതെങ്കിലും നന്നായിട്ട് ചെയ്ത് എവിടെയെങ്കിലും കയറണമെന്നുണ്ട്. കൂടുതലും എനിക്ക് കൊച്ചുങ്ങൾ നല്ല നിലയിലെത്തണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നല്ലതാണ്, ആ ആഗ്രഹം നല്ലതാണ്. പക്ഷെ നമ്മുടെ ലൈഫില് എന്താണ് നമുക്ക് അറിയില്ല. ഇവരുടെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പറ്റിയാലേ അത്രയും നല്ല. അപ്പൊ അതുകൊണ്ട് ഡിഗ്രി എന്നൊരു ആഗ്രഹം അത് നോക്കാം, സാധിക്കും. ഓക്കെ, ട്രൈ ചെയ്തു നോക്കാം. Yeah.
ജിസ്മി നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു മാം. സ്വയം ചെയ്തല്ലേ? അതെ, ഇപ്പിരുന്ന് ചെയ്തതാണ്, ഇപ്പിരുന്ന് എഴുതിയതാ. എന്താ ഞാൻ ഇന്നലെ വയ്യാത്ത കൊണ്ട് ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഷിബിന പറയണ കേട്ടപ്പോഴാണ് അയ്യോ ഇത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വേഗം ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതിയത്. ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ എഴുതിയതാ, ഗൂഗിളൊന്നും നോക്കാതെ ഒറ്റയ്ക്ക് എഴുതിയതാണ്. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ആക്കണേ. My name is Sindhu from Calicut. I complete my post graduation MSW Mangalore University. I worked in Bangalore 4 years as a child counselor. It was a dream to become a social worker. തെറ്റാണോ? After marriage, I settled Kerala. Before marriage, I succeed my dream as a social worker. But after marriage, drop my dream. Don't have any confidence and support. But nowadays, my husband give us support. Present dream, economically independent. Therefore, I can't try. I will try 4 years, but I can't because language problem. Therefore, I studied hospital administration. Any hospital get job in a hospital administration course. I try for get job. I earn money to success my ambition to my son. For example, get good dancer. I support my son to go class and give to money to support him. And English medium school. Therefore, I English medium school CBSE school kittundi. That is my ambition. That is my dream. Yeah, good. Okay. എനിക്കാവാത്തത് എന്റെ മോന്റെ അടുത്തുനിന്ന് ചെയ്യിക്കണോ പറഞ്ഞിട്ടൊരു ആംബിഷൻ ഉണ്ട് nowadays. എന്താ പറയുന്നത് അറിയില്ല. എല്ലാവർക്കും മക്കളാക്കിയാ മതി. കേട്ടതിൽ എനിക്ക് എല്ലാവർക്കും മക്കളെ കുറിച്ചുള്ള ഡ്രീമേ ഉള്ളൂ എല്ലാവർക്കും. ഇല്ല മിസ്, എനിക്ക് കുറെ ഡ്രീം ഉണ്ടായിരുന്നു ഞാൻ ആസ് എ സോഷ്യൽ വർക്കർ ആവണം പറഞ്ഞിട്ട്. ബട്ട് ബിഫോർ മാരേജ് എന്റെ ഡ്രീം സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് ഐ ഡ്രോപ്പ്. സപ്പോർട്ട് ഇല്ല, എക്കണോമിക്കലി ഡിപ്പെൻഡ് ആയതിനെക്കൊണ്ട്. ബട്ട് നവഡേസ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നു, പൊയ്ക്കോ പണിക്ക് പൊയ്ക്കോ, നീ ഡിപ്പെൻഡ് ആവണ്ട വിചാരിച്ചിട്ട്. അതിനെക്കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. ഐ ഗോട്ട് എ ജോബ്. എൻ്റെ മോനെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണോ പറഞ്ഞിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി, അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതല്ല. എൻ്റെ മോൻ മാർക്ക് എടുക്കണം പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹമില്ല മാം. 100%, 100 out of 100. ബട്ട് എൻ്റെ മോൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട്, ഫ്ലുവൻ്റ് ആയിട്ട്. ഒരു ഇന്റർവ്യൂക്കോ ഇല്ല ഒരു പ്രസന്റേഷൻ എന്തെങ്കിലും ചെയ്യണോ പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഇസ് മൈ ഡ്രീം. ട്രൈ ചെയ്തോണ്ടേ ഉണ്ട്. എല്ലാരും പറയുന്നുണ്ട് എന്തിനാ ഇംഗ്ലീഷ് മീഡിയം ഇത്തിരി CBSE സിലബസിൽ ഇടുന്നുണ്ട്, വേണ്ട ഏതെങ്കിലും ലോക്കൽ ഇംഗ്ലീഷ് മീഡിയം ഇട്ടാൽ മതി ഗവൺമെന്റ്. ഇല്ല, ഞാൻ പണിക്ക് പോയിട്ടെങ്കിലും എന്റെ മോനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഇടും, CBSE സിലബസിൽ തന്നെ ഇടും. പറഞ്ഞാൽ ഓന് 100% മാർക്ക് എടുക്കണ്ട, ഓന് 100% ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാ മതി. ദാറ്റ് ഈസ് മൈ ഡ്രീം. ഓൻ മാർക്ക് എടുക്കണ്ട, സംസാരിച്ചാ മതി. ഏതമ്മ അങ്ങനെ പറയില്ല മിസ്, മാർക്ക് എടുക്കണ്ട. ബട്ട് ഞാൻ പറയും ദാറ്റ് ഈസ് മൈ ഡ്രീം. നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഫോഴ്സ് ചെയ്യണ്ട, പക്ഷെ അവരെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ നോക്കാം, ഇഷ്ടപ്പെടാൻ നോക്കാം, ഇഷ്ടപ്പെടുത്താൻ നോക്കാം ഇംഗ്ലീഷ്. ഇഷ്ടപ്പെടുന്നുണ്ട്, ഓൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും മോനെ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഓൻ തന്നെ പറയും മാമ
don't talk Malayalam. Mama talk English, Mama only പറഞ്ഞിട്ട്. അപ്പൊ കുഴപ്പമില്ല, രണ്ടുപേരും കൂടി സംസാരിക്കും, രണ്ടുപേരും ഫ്ലുവന്റ് ആവും. ഓൻ്റെ അടുത്ത് സംസാരിച്ച് ഇത്ര ഫ്ലുവന്റ് ആയത് കുറച്ചെങ്കിലും. ഓൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ പേടിക്കാനില്ലല്ലോ, തെറ്റായാലും നോ പ്രോബ്ലം. യെസ് മാം. ഇപ്പൊ ഇരുന്ന് എഴുതിയതാ മാം എന്തൊക്കെയോ. എല്ലാവരും ഫ്ലുവന്റ് ആയിട്ടുണ്ട് മാക്സിമം. എന്താ കുറച്ചെങ്കിലും എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ഇപ്പൊ കോൺഫിഡന്റ് വരുന്നുണ്ട് മാം. മാം എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? നവിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നവിക്ക് ആ ടെൻഷനാണ്. ആ ടെൻഷൻ ഒന്ന് മാറ്റാം. നമുക്ക് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല നവ്യ. നമ്മുടെ ലൈഫിൽ നമ്മൾ ടെൻഷൻ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നും കിട്ടില്ല. ടെൻഷൻ കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല ലൈഫിൽ എന്നല്ല ഒന്നിനും ഇല്ല. ടെൻഷൻ അടിക്കാൻ മാത്രമേ ഉള്ളൂ. സംഭവിക്കാൻ അതെല്ലാം സംഭവിക്കും. മനസ്സിലായോ? ടെൻഷൻ എന്നുള്ള സാധനം മാറ്റി വെക്കുക. ധൈര്യത്തോടെ സംസാരിക്കാൻ നോക്കുക. അത് ആരുടെ മുന്നിലാണെങ്കിലും ധൈര്യത്തോടെ സംസാരിക്കാൻ നോക്കുക. ഓക്കെ, നവ്യക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെയല്ല. ഇപ്പൊ നവ്യനെ കൂടെ സംസാരിച്ചാല് നവ്യ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് പറയും. ഓക്കെ, നവ്യ എന്തെങ്കിലും ഒന്ന് പറയും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് കുറച്ച് പേര് ഒന്ന് കോൺവെർസേഷൻ പോലെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയോ എനിത്തിങ് ട്രൈ ചെയ്യോ ആരെങ്കിലും? റെഡിയാണോ? ടോപ്പിക് തെറ്റുണ്ടാവും. റെഡിയാണോ? റെഡി. Yeah. Topic, the social media. Social media, good or bad? What's your opinion? Talk about social media. ഒന്നുകൂടെ പറഞ്ഞേ. സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുന്ന മൊബൈൽ ഫോൺ, യൂട്യൂബ്, റീല്, അത് നല്ലതാണോ? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്തൊക്കെയാണ്? നമ്മളത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? മക്കളെ എങ്ങനെ എഫക്ട് ചെയ്യുക? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? സോഷ്യൽ മീഡിയ തുടങ്ങട്ടെ. Social media is good. At the same time, it harmful to young generation. കണ്ടിന്യൂ ചെയ്യൂ. ഒരാൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അപ്പൊ അതിനടുത്ത ആൾ പറയണം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യൂ. ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയാണ്, കണ്ടിന്യൂ ചെയ്ത് പോകണം. In this world, we couldn't live without social media. Sometimes it's very useful, but sometimes it's very mentally affecting our life, our children. ഇനി അടുത്താണ്, ഞാൻ ഇനി അടുത്ത് നോക്കിയിട്ട് പറയാം. Social media depends, age different. Adults, social media affect differently. Children's affect differently. When children are mental disorder, when you continues using social media like anything, they watch cartoons or anything, reels, they are affected on mentally. Adults also use mentally, and adults get influenced. Everything is influenced in social media today's time. Also children are also influencing. That's why today time is crimes and the crime and so many things in increasing through because of social media. Continue. Social media has become a very important part of our life. It connects us with the network. Nowadays, network was very important.
Yeah, that's right. When what we want in available in social media, what and where and what available in social media, anywhere. Social media help to earn money. Yeah, social media, YouTube also, YouTube only, Instagram and money. That's celebrities and money through the Instagram. So No, YouTube, no, no. No, no, Shibina, I disagree your opinion. I think Instagram and also YouTube give opportunity to earn money. All people, not for stars. ജെയിൻ റേഞ്ച് നോക്കണേ, ബ്രേക്ക് ആവുന്ന സൗണ്ട്. Okay, ma'am. Okay, ma'am. please tell me how to earn money in Instagram. I don't know. I don't know. Some people are share their experience. I heard. So I said that. Otherwise, I have no idea about that. Only heard about their experience. I only watching the YouTube, Insta, and Facebook. Yeah, me too. I am not, I am not like Facebook. I also Instagram, YouTube. Every time I scrolling, scrolling. I mostly used Facebook. I was in schooling time. FB is very bad on my mind, so I don't like FB usage. So now I Instagram usage. I love it. That's why learn many American accent words. I learn through the Instagram. Social media positive not only, negative also have negative effect on mental health, affect social media and depression, feelings, anxiety. It is also negative impression to social media. I have an അഞ്ചു ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ എല്ലാവരും. I have an opinion for mental health. Oh, also we said postpartum depression. That's the main factor is we have no time to scroll the Instagram or YouTube. That's we call the postpartum depression. No one had to give permission to one place it, and every time you scroll the Instagram and anyone is in the friends, you have shouted what you want. Me also. Children's mind effective in this social medias, man. Children facing lot of problem in എന്താ ഇത് കണ്ണിന്റെ സൈറ്റ് വിഷനോ അങ്ങനെ കണ്ടുണ്ട്. vision problem, mental health problem, then depression. In Free Fire, my child anytime Free Fire, duck, only duck. No study, no any footballs. They are small babies. So so parents will be control our social media use. കഴിഞ്ഞോ? Social media not only affects the adults, it also there are all talking about the effects of social media on children. I think it also affects on adults, the interpersonal
relationships are mainly adversely affected by social media. Yeah. Yeah, continue. Social media entering our life, family relationship getting disturbed, no talking, no smiling, everyone always with mobile phone. Not only the negative side, it is also helping for education, job, and everything. Yeah, of course. മാം പറഞ്ഞോട്ടെ. Of course. Social media is a advantage and disadvantage. Sometimes മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഇന്നത്തെ കാലത്ത് നിന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ കുറച്ചും കൂടെ പറയാൻ? ഇന്നത്തെ കാലത്തോ? Nowadays. ഓ Nowadays. Nowadays, people not happy. So, social media is a affect. ശരിയാണോ മാം? നവ്യ, ഞങ്ങളുടെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഉണ്ടോ? ഇപ്പൊ കേക്കാവോ? കേക്കാം, ഇടക്ക് സൗണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ പറയുന്നൊക്കെയോ? മിസ്സിന് വായുധ മിസ് ഇല്ലേ? വൈദ്യ മിസ് ഇല്ല. ഓക്കെ. മിസ് ലീവാണ്. Through social media, we discover lots of things. എന്തോ നീ കേട്ടില്ല. Through the social media, we discover lots of things, like any language, any country's food, the place, anything we want to know. We want to know. നമുക്ക് കാണാൻ ആവശ്യമുള്ളത് കാണാൻ കിട്ടും, അല്ലെങ്കിൽ അവൈലബിൾ ആണെന്ന് we want to know, we want to അവൈലബിൾ എന്നോ അങ്ങനെ പറയൂ, എങ്ങനെ പറയാ, നമുക്ക് കിട്ടും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. We want to available. അതെങ്ങനെ പറയാ? എന്താ ഉദ്ദേശിച്ചേ? We get what we ആവശ്യം want. Yeah, we get what we want. Yeah, correct. we get we want or we get what we want. we get what we want. എന്താണ് ആവശ്യമുള്ളത് അത് നമുക്ക് കിട്ടും. ഓക്കെ, കഴിഞ്ഞോ? Yeah. കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? ഇപ്പോഴാണ് ഇതൊരു ഇംഗ്ലീഷ് ക്ലാസ് ആയതല്ലേ? സംസാരിക്കുന്നുണ്ട്, പക്ഷെ തെറ്റാണോ എന്ത്? ഞാൻ പറഞ്ഞതൊക്കെ മുണ്ണ തെറ്റായിരിക്കും. മനസ്സിലായോന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഒട്ട തെറ്റാണോ എന്നല്ല, അത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. കോൺഫിഡന്റ് ഉണ്ട് മിസ്, പ്രസന്റ് ഇപ്പൊ കോൺഫിഡന്റ് ഉണ്ട്, ബട്ട് അതന്നെ തെറ്റിപ്പോവോ പറഞ്ഞിട്ടുള്ള ഇതാണ് മൈൻഡില്. നമുക്ക് കോൺഫിഡൻസ് പറഞ്ഞാൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകും എന്നൊരു സംശയമുണ്ട്, എന്നാൽ നിങ്ങൾ സംസാരിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതെങ്ങനെ മിസ്റ്റേക്ക് വരാതെ സംസാരിക്കാം എന്നായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നത്. സംസാരിച്ച് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെഡി ആയി വരും. ഓക്കെ, സോഷ്യൽ മീഡിയ ഫാമിലിയിലെ ഹാപ്പിനെസ് ഇല്ല, അവരെന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ. സോഷ്യൽ മീഡിയ advantage for disadvantage, and family
nothing happens. Navya, mistake ആണ്. നവ്യ ഉദ്ദേശം എന്താണ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് എന്നാ പറയാം. അപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഈസ് അല്ല യൂസ് ചെയ്യേണ്ടത്. എന്താണ് അതിന് പകരം എന്താ യൂസ് ചെയ്യാം? ആണ് യൂസ് ചെയ്യാം കേട്ടോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഹാസ് യൂസ് ചെയ്യാം. അപ്പോ സോഷ്യൽ മീഡിയ ഹാസ് മെനി, അവിടെ ഒരു മെനി കൊടുക്കാം. സോഷ്യൽ മീഡിയ ഹാസ് മെനി അല്ല കേട്ടോ. സോഷ്യൽ മീഡിയ ഹാസ് മെനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അങ്ങനെ പറയണം, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അങ്ങനെ പറയാം. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോം ഇട്ടിട്ടാണ് അടുത്തൊരു സെന്റൻസിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്താണ്? നോ ഫാമിലി ആൻഡ് നോട്ട് എ ഹാപ്പിനെസ്. എന്താ ഉദ്ദേശം? നമുക്ക് ഫാമിലി ഉണ്ടാവില്ല എന്നാണോ? ഇറ്റ്സ് എഫക്ടിങ് അവർ ഫാമിലി. എഫക്ടിങ് അവർ ഫാമിലി. മാം, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് നമുക്ക് ഇപ്പോ എന്തും ഉള്ളതും ഇല്ലാത്തതും ഇപ്പൊ നമ്മ ഒരു കാലത്തെന്ന് വെച്ചാല് നമ്മ എല്ലാം കൂടെ എന്തോ ഒരു ആഘോഷങ്ങളിലായാലും അല്ലാത്ത സമയത്തായാലും ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇന്നാണെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ എന്ത് ആഘോഷങ്ങളിലല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷം അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിനകത്തായിരിക്കും ഫുൾ സ്റ്റാറ്റസ്, അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് മാമിനെ അയച്ചത് കുറച്ച് മിസ്റ്റേക്ക് ആയി പോയി. അത് ഉദ്ദേശിച്ചതാണ് ഹാപ്പിനെസ് ഇല്ല, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ എന്നാണ്. എല്ലാവരും മൊബൈൽ അഡിക്റ്റഡ് ആണ് എന്നാ ഉദ്ദേശിച്ചത്. കറക്റ്റ് ആണ്. പക്ഷെ അത് പറഞ്ഞപ്പോ മിസ്റ്റേക്ക് വന്നു. അത് ട്രൈ ചെയ്യും, ഇനിയും ട്രൈ ചെയ്യുന്നതോട് നമുക്ക് ക്ലിയർ ആയി വരും കേട്ടോ. ഇംഗ്ലീഷ് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ആ ബില്ലൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻ പഠിച്ചു, കുഡ് പഠിച്ചു, കുഡ് ബി ആൻഡ് കുഡ് ബിയുടെ യൂസേജസ് ഒക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് ബില്ലാണ്. ബിൽ എന്താണ്? നമ്മുടെ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ് ബില്ല്. സോഷ്യൽ മീഡിയ ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. Nowadays small children are also in social media. Yeah, good, correct ആണ്. അപ്പോ ഫ്യൂച്ചറിലാണ് നമ്മൾ ബില്ല് യൂസ് ചെയ്യാം. I will do that. I will go there. I will do anything I want. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മൾ ഫ്യൂച്ചറിൽ പറയുന്നതാണ്. ഞാൻ അത് ചെയ്യും, ഞാൻ അവിടെ പോകും, ഫ്യൂച്ചറിൽ പറയുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ വേർബാണ് എന്ത്? വിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കുഡ് പറഞ്ഞു, കുഡിലൊക്കെ ഷോർട്ട് എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ബില്ല്. ഫസ്റ്റ് എപ്പോഴും ബില്ലായിരിക്കും പറയാം. ഐ വിൽ ഗോ, ഞാൻ എന്തായാലും പോകും, 100% ഷുവർ ആണ്. ഇനി ഐ മേ ഗോ, അല്ലെങ്കിൽ ഷി മേ ബി കം, അവിടെ ചിലപ്പോൾ വരാം, 80% ആണ്. ഇനി ഷീ കുഡ് ബി കം എന്ന് പറയുമ്പോൾ ഒരു എത്രയും ഒരു 60% ആയി. ഷീ കുഡ് ബി കം. ഇനി ഷീ മൈറ്റ് ബി കം എന്ന് പറയുമ്പോൾ ഒരു 40% ആയി, അല്ലെ? ഇനി മൈറ്റിന് മുൻപ് ഷാല് പറയാം, ഹി ഷാൽ കം, ഒരു 50% ചാൻസ് ആണ് അത് ഷാൽ വരുമ്പോൾ. അതിനും താഴെയാണ് മൈറ്റ് വരാം. അപ്പൊ ഏതൊക്കെ യൂസ് ചെയ്തു? വില്ല്, മേ, കുഡ്, ഷാൽ, മൈറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ പോസിബിലിറ്റീസ് അനുസരിച്ചിട്ട് നമ്മുടെ യൂസേജ് മാറ്റാം. മോഡൽ വേർബ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത് ഇപ്പൊ മനസ്സിലായോ? നമുക്ക് ചാൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ ഈ മോഡൽ വേർബ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ വില്ല് സെയിം തന്നെയാണ്, ഷുവർ ആണ്, ഫ്യൂച്ചർ നടക്കുന്നതാണ്. അപ്പൊ ദ സൺ വിൽ റൈസ് അറ്റ് 6 AM ടുമാറോ, നാളെ 6 മണിക്ക് സൂര്യൻ ഉദിക്കും. ഓക്കെ, അപ്പൊ വില്ല് നെഗറ്റീവ് ആണ്, ബോണ്ട് ബോണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഐ വിൽ എന്ന് പറയും, വാ അവിടെ വാ വരും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ഐ വിൽ കം, ഐ വിൽ കം, ഐ വിൽ ഗോ, ഐ വിൽ പറയണം, ഐ വിൽ. അത് അവിടെ വാ വരരുത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും വരരുത്. അതാണ് ബ്രാക്കറ്റില് ഐ വിൽ ഗോ എന്ന് ഇട്ടിരിക്കുന്നത്. അതേപോലെ വേണം പറയാം.
ഇങ്ങനെ വില്ലിന്റെയും നെഗറ്റീവ് ആണ് വോണ്ട്. അതായത് ഐ വിൽ നോട്ട് എന്റെ ഷോർട്ട് ആണ് വോണ്ട്. ഓക്കെ, then Ria will turn 5 next June. അതായത് റിയ അടുത്ത ജൂണില് അവർക്ക് 5 വയസ്സാകും. ഓക്കെ, റിയക്ക് 5 വയസ്സാകും എന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചർ ആണ്. Then I will call you when I arrive. ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഇനി he will come to the party. അവൻ പാർട്ടിക്ക് വരും. He will come. അവിടെ അപ്പോസ്ട്രഫി ഇല്ല, അതുകൊണ്ടാണ് ഹി കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ആണ്. ഇനി ഷീ അത് തന്നെയാണ്, ഷീ വിൽ ആണ്. ഓക്കെ, ഷീ വിൽ ഗ്രാജുവേറ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവള് ഗ്രാജുവേറ്റ് ആകും. ഇനി ഹി വിൽ സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട് നെക്സ്റ്റ് മന്ത്. അവിടെ എന്താണ് അടുത്ത മാസം ഒരു ന്യൂ പ്രൊജക്ട് വിൽ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? സോ പാസ്റ്റ് ഫ്യൂച്ചറിൽ പറയുന്നതാണ് വില്ല്. അത്രയും 100% ഷുവർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വില്ല്. ഓക്കെ, നെക്സ്റ്റ് വിൽ ബി. നമ്മൾ കുഡ് ബി യൂസ് ചെയ്ത പോലെ തന്നെയാണ് വിൽ ബി എന്ന് പറയുമ്പോൾ അവിടെ അത്രയും ഉറപ്പുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ വിൽ ബി വേണ്ടത്. ജോൺ വിൽ ബി എ സിംഗർ വൺ ഡേ. അവൻ ഒരു നാള് ഒരു സിംഗർ ആകും. അങ്ങനെയാ വരാം. ഷീ വിൽ ബി ഹാപ്പി. അവൾ ഹാപ്പി ആകും. ഹി വിൽ ബി ആംഗ്രി. അവൻ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ ദേഷ്യപ്പെടും. അങ്ങനെയാ വരാം. ഓക്കെ, ഇനി ദേ വിൽ ബി ടയേർഡ്. അവര് കുറച്ച് ടയേർഡ് ആയിരിക്കും. They will be flying to France next week. അവര് അടുത്ത ആഴ്ച ഫ്രാൻസിലേക്ക് പോവുകയാണ്. അല്ലെ, പോവുകയാണെങ്കിൽ പോകും. The kids will be sleeping when we get home. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഉറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉറങ്ങും എന്നാണ്. അപ്പോ ഉറങ്ങിയായിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വിൽ ബി യൂസ് ചെയ്യുക. കുഡ് ബി മനസ്സിലായെങ്കിൽ അതേപോലെ തന്നെയാണ് വിൽ ബി യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ ആണ്, 100% ഷുവർ ആണെങ്കിൽ നമ്മൾ വിൽ ബി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുഡ് ബി വിൽ ബി ഒക്കെ മാറിയെങ്കിലും നമുക്ക് അവിടെ മീനിങ്ങിനൊന്നും അധികം ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, ഇനി വിൽ ഹാവ്. ഐ വിൽ ഹാവ് ഡൺ. എന്താണ്? ഞാൻ ചെയ്തിട്ടുണ്ടാകും. ഫ്യൂച്ചർ ആണല്ലോ, ചെയ്തിട്ടുണ്ട് എന്നല്ല, ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ആണ്. He will have returned. അവൻ എഴുതിയിട്ടുണ്ടാകും. They will have eaten. അവന് കഴിച്ചിട്ടുണ്ടാകും. I will have finished my exam by next week. എന്റെ അടുത്ത ആഴ്ച എന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാകും. She will have arrived by tomorrow morning. അവൾ നാളെ രാവിലെ എത്തിയിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും എന്നാണ്. അപ്പോ വിൽ ഹാവിന് മീനിങ് വരെ ഉണ്ടാകും, വന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ്. ഇനി വിൽ ഹാവ് ബീൻ ആണെങ്കിലോ, വിൽ ഹാവ് ബീൻ എങ്ങനെയാണ്? ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ്. അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നീ വന്ന സമയത്ത് ചിലപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അങ്ങനെ പറയാം. നീ ചിലപ്പോ നീ വരുന്ന സമയത്ത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, then she will have been. I will be in Germany after 2 years. Correct. Yeah. I'll be after 2 years. ആയിരിക്കും. Yeah, correct ആണ്. I'll be in Germany after 2 years. Yeah, correct ആണ്. അത്ര ഷുവർ ആണെങ്കിൽ നമുക്ക് പറയാം. Correct ആണ്. Okay. Yeah. അപ്പോ വിൽ ഹാവ് ബീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഓൾറെഡി ഫ്യൂച്ചർ ടെൻസിൽ പഠിച്ചതാണ്. പിന്നെ when you came here, I will have been cooking. നീ വരുന്ന സമയത്ത് ഞാനിവിടെ കുക്കിങ്ങിലായിരിക്കും, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് വിൽ ഹാവ് ബീന്റെ യൂസേജ് വരും. ഇനി ഫോർമൽ റിക്വസ്റ്റ് ഒക്കെ ചോദിക്കാം. നമുക്ക് വിൽ യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ, വിൽ യു ഓപ്പൺ ദി വിൻഡോ. നമ്മൾ ക്യാൻ വെച്ചിട്ട് എങ്ങനെയാണ് ചോദിച്ചത് അതുപോലെ തന്നെ വില്ലും വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ഒരു ഫോർമൽ റിക്വസ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും വില്ലും ക്യാനും. ഓക്കെ, ഇനി വിൽ ഹാവ് ടു. ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നാണ് ഈ യൂസേജ് വരാം. വിൽ ഹാവ് ടു എന്ന് പറയുന്നത്. അതായത് വി വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ, ചെയ്യേണ്ടി വന്നേക്കാം. Then you won't have to work hard. നീ അവർക്ക് ചെയ്യേണ്ടി വരില്ല, അങ്ങനെയാണ്, വന്നേക്കില്ല എന്നൊരു നെഗറ്റീവ് ആണത്. നീ വിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. നീ അവർക്ക് ചെയ്യേണ്ടി വരുമോ? മനസ്സിലായോ? നീ വോണ്ട് യു ഹാവ് ടു വർക്ക് ഹാർഡ്. നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ലേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അങ്ങനെ 4 ഫോർമാറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
അപ്പൊ വിൽ ഹാവ് ടു മീനിങ് എങ്ങനെയാ വരാ? ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായോ? നീ ഇപ്പോ പുറത്തോട്ട് അബ്രോഡ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോ വിൽ ക്ലിയർ ആയോ? വിൽ ബി, വിൽ ഹാവ് ബി, വിൽ ഹാവ് ടു. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? ക്ലിയർ? എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. Clear. ക്ലിയർ ആണ്. അപ്പൊ നമുക്കിപ്പോ ക്യാൻ, കുഡ്, വില്ല്, അടുത്തത് ഗുഡ് ആണ്. ഗുഡും ഏകദേശം സെയിം ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. Then നെക്സ്റ്റ് എന്താ? ഇനിയിപ്പോ എല്ലാ ക്ലാസ്സിലും നമുക്ക് സംസാരിക്കാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കോൺഫിഡന്റ് അല്ലേ എല്ലാവരും? യെസ്. Yes. എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞില്ല. What you feel now when you speak in English, after you will speak in English. എന്താണ്? എന്ത് തോന്നുന്നു എന്ന് പറ. യുവർ എക്സ്പീരിയൻസ് പറയൂ. എനിക്ക് നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണ്. ഓക്കെ, ആസ് എ ടീച്ചർ അത്യാവശ്യം ഇംഗ്ലീഷ്, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഒരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോ ജോയിൻ ചെയ്തിട്ട് ഒരു 4 month അല്ലെ, 4 month അല്ലേ ആയിട്ടുള്ളൂ? ആണോ? അതെ, ഐ തിങ്ക് സോ. അപ്പോ അതിനുള്ളിൽ തന്നെ നിങ്ങൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്യാവശ്യമെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഇത് കൂടുതൽ ബെറ്റർ ആകും. ഓക്കെ, ഓക്കെ. ഓക്കെ, കുറച്ച് നോട്ട്സ് എഴുതാട്ടോ. നമുക്ക് ഇനി ഡെയിലി സെന്റൻസ് ആണ്. ഡെയിലി സെന്റൻസ് കുറച്ചുകൂടി എഴുതാം. നമ്മൾ എവിടെ വരെ എഴുതിയെന്ന് പറയാമോ? ഡെയിലി സെന്റൻസ് വാട്ട് ആർ യു ടേക്കിംഗ് ഫോർ യുവർ ഫീവർ? പനിക്ക് വേണ്ടി എന്താണ് കഴിക്കുന്നത് എന്നുള്ള ചോദ്യം വരെ. ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് കുറച്ച് പറയണേ. ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് ആണ്. നമ്മൾ ഡെയിലി സെന്റൻസ് എവിടെ എത്തി? ഡെയിലി സെന്റൻസ് എന്ന് പറയുമ്പോ നമ്മൾ ഡോണ്ട് ടേക്ക് എനി ചാൻസ്. ഡോണ്ട് ടേക്ക് എനി ചാൻസ്. അബദ്ധത്തിൽ ചാടരുത്. കുറച്ചും കൂടി എഴുതിക്കോളൂ. ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഡേ. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഡേ. ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഡേ. നമുക്ക് ഇന്ന് തന്നെ ചെയ്തേക്കാം. ഭൂരിഭാഗം ആളുകളും അവിടെ പോയിട്ടുണ്ട്, അവിടെ പോകാറുണ്ട് എന്ന് പറയില്ലേ? മോസ്റ്റ് ഓഫ് us are going there. അവരവിടെ പോയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് us are going there. എന്നാൽ നമുക്ക് പോകാം. എന്നാൽ മാം അവിടെ മോസ്റ്റ് ഓഫ് അസ് വരുമോ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്നല്ലേ വരുമോ? most of us are going there means നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ പോയിട്ടുണ്ട്. most of us നമ്മളിൽ നിന്നല്ലേ വരുക? അവിടെ ആളുകൾ എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞങ്ങളിൽ ഭൂരിഭാഗം പേര് അവിടെ പോയിട്ടുണ്ട് എന്നാ പറയാം. അപ്പൊ മോസ്റ്റ് ഓഫ് us ഭൂരിഭാഗം പേര് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് പോകാം. എന്നെങ്ങനെയാ പറയാ? വെൽ ലെറ്റ്സ് മൂവ് പറയാം, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ പറയാം. ഓക്കെ,
ഇനി ഇത് കേട്ടിട്ട് എനിക്ക് ബുദ്ധിപരമായ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല. It doesn't sound sensible. It doesn't sound sensible. It doesn't sound sensible. യാതൊരുവിധ സാധ്യതയുമില്ല. No possibility at all. No possibility at all. എനിക്കിത് എന്ന് പ്രതീക്ഷിക്കാമോ? എനിക്കത് എന്ന് പ്രതീക്ഷിക്കാമോ? എങ്ങനെയാ പറയാ? Can I expect today? Yeah, can I expect it today? യാതൊരു വിവരവുമില്ല. No information at all. No information at all. Be a voracious reader. Be a voracious reader. ഇതിന്റെ മീനിങ് നിങ്ങൾ പോയി നോക്കൂ കേട്ടോ. Be a voracious reader. നല്ല വായനക്കാരനായിട്ട് മാറുക എന്നാണ്. വൊറേഷ്യസ് മീൻസ് ഇത്രയും അതിനോട് ആവശ്യമുള്ളൊരു വായനക്കാരായിട്ട് മാറുക എന്നാണ് പറയാം. Be a voracious reader. ഓക്കെ, ഞാൻ അവിടെ പോയിട്ടില്ല. എങ്ങനെയാ പറയാ? I didn't go there. Yeah, I didn't go there. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന് പരമാവധി ശ്രമിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എങ്ങനെയാ പറയാ? Anyway, let's try our best. Anyway, let's try our best. വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. എങ്ങനെയാ പറയാ? Come what may, let's go. Come what may, let's go. ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറയും സോറി, ഇത് ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല എന്ന് പറയും. സോറി, മനഃപൂർവ്വമായിരുന്നില്ല. സോറി, it was not deliberate. Sorry, it was not deliberate. നമ്മൾ നേരത്തെ പറഞ്ഞു ബി കോൺഫിഡന്റ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ബി പ്രാക്ടിക്കൽ എന്ന് പറയാം. ബി പ്രാക്ടിക്കൽ, ബി സെൻസിബിൾ, ബി റീസണബിൾ, ബി ഓപ്റ്റിമിസ്റ്റിക്. ഓപ്റ്റിമിസ്റ്റിക് മീൻസ് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കുക എന്നാണ്. ബി ഓപ്റ്റിമിസ്റ്റിക്. ബി ഓപ്റ്റിമിസ്റ്റിക്, then ബി കോൺഫിഡന്റ് പറയാം. ഓക്കെ, നെക്സ്റ്റ് കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, അതാ പറയുന്നത്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. ഇനി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യു ആർ മിസ്റ്റേക്കൺ. യു ആർ മിസ്റ്റേക്കൺ. യു ആർ മിസ്റ്റേക്കൺ. ഇനി എന്റെ
ഇതാണ്. ഇത് നീ ഇടപെടേണ്ട കാര്യമില്ല അതെങ്ങനെയാ പറയാം? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അറിയാലോ, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇത് നീ ഇടപെടേണ്ട കാര്യമില്ല. ഇത് നീ ഇടപെടേണ്ട കാര്യമില്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നാണെങ്കിലോ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓക്കെ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇനി എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടേണ്ട കാര്യം ഇടപെടരുത് എന്ന് അറിയില്ലേ? Don't interfere my personal matters. Don't interfere in my personal matters. Don't interfere in my personal matters എന്ന് പറയാം. ഇനി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാം. മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ, മൈൻഡ് യുവർ വേർഡ്സ്. ഇനിയിപ്പോ ഞാൻ ആക്കിപ്പെട്ടിരിക്കുകയാണെന്ന് പറയും. ഞാൻ ആക്കിപ്പെട്ടിരിക്കുകയാണ്. ഐ എം ഇൻ എ ഫിക്സ് എന്ന് പറയാം. ഐ എം ഇൻ എ ഫിക്സ്. I'm in a fix. ഞാൻ പെട്ടിരിക്കുകയാണ്. I'm in a fix. മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് പറയാം. മനസ്സ് വിഷമിക്കരുത്. Don't lose your heart എന്ന് പറയാം. Don't lose your heart. Don't lose your heart. നീ എന്റെ പ്രതീക്ഷക്കൊത്ത് ആയില്ല എന്ന് പറയില്ലേ? ഇങ്ങനെയാണ്. Not up to my expectation. Not up to my expectation. ഇനി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കരുത് എന്നെങ്ങനെയാ പറയാ? Don't stick around here. Don't stick around here. Don't stick around here. അല്ലെങ്കിൽ don't hang around here എന്ന് പറയാം. ഇവിടെ ഹാങ് എന്ന് പറയാം കേട്ടോ. Don't hang around here എന്ന് പറയാം. ഓക്കെ, then പെരുപ്പിച്ച് പറയരുത്. ഒരു കാര്യം ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ പറയണ്ട എന്ന് പറയുന്നത്. Don't exaggerate. Don't exaggerate. ഓക്കെ, യാ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, യാ. അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ക്ലാസ് ഉണ്ടോ? ഇനിയിപ്പോ ക്ലാസ് ഇല്ല. ഓക്കെ, മിസ് ലീവ് ആണ്. നമ്മള് വലുതാക്കി ഒന്നും പറയില്ല എന്ന് പറയുന്നത്. അത് വലുതാക്കി പറയണ്ട. നീ വലുതാക്കി പറയണ്ട, പെരുപ്പിച്ച് പറയണ്ട എന്ന് പറയില്ല. അതാണ് ഡോണ്ട് എക്സാജറേറ്റ്. ഓക്കെ മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് കുറച്ചു മുന്നേ ഡ്രീംസിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടാണോ പറയണ്ടേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, ജസ്റ്റ് ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്തതിനു ശേഷം നമുക്ക് ഡ്രീമിനെ കുറിച്ച് പറയാം. ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ്, അത് കഴിഞ്ഞിട്ട് ഡ്രീം. ഓക്കെ, യാ. താങ്ക് യു. താങ്ക് യു ഓൾ. ഈ ക്ലാസ് ഇല്ല കേട്ടോ. യാ, താങ്ക് യു. Thank you, Miss. Thank you, ma'am.